ഹലോ വേദ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ ചെറിയ തർക്കങ്ങൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ലാവണ്യയും അശ്വിനും തമ്മിലുള്ള വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ആ ഒരു വിവാഹം എന്നൊരു കോൺസെപ്റ്റ് അശ്വിന് ഇഷ്ടമല്ല. അപ്പൊ അതിന്റെ പേരിൽ ശ്രുതിയായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ വളരെ നിർണായകമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇന്ന് ശ്രുതിയുടെ വിവാഹം ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ വിവാഹം ഉറപ്പിക്കാനായിട്ടുള്ള സാധ്യതകൾ ഇന്ന് ഉണ്ട്. അപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ശ്രുതിയെ പിടിച്ച് തടഞ്ഞു നിർത്തിയതിനു ശേഷം അശ്വിൻ ശ്രുതിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ്. നീ ആരാണ് നിന്റെ വിചാരം? അല്ലെങ്കിൽ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫിൽ നീ കയറി ഇടപെടരുതെന്ന്. ലാവണ്യെ ട്രെയിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നീ ആ ഒരു ജോലി മാത്രം ചെയ്താൽ മതി. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നീ എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ട ഒരു ആവശ്യവും ഇല്ല എന്ന് പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെട്ട് ശ്രുതിയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ വട്ടം ശ്രുതി കേട്ട് ലാസ്റ്റ് ദേഷ്യം വന്നപ്പോൾ ശ്രുതി പറയുവാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ എന്തോ വലിയ സംഭവമാണ് എന്നൊന്നുമില്ല. കല്യാണം എന്നത് ഞാൻ ഉണ്ടാക്കിയ സമ്പ്രദായമല്ല. കല്യാണം എന്നത് നമ്മുടെ തലമുറ ആ പണ്ടത്തെ ആൾക്കാർ തന്നെ ഉണ്ടാക്കിയ ഒരു സമ്പ്രദായമാണെന്നും ഒരു പുരുഷനും സ്ത്രീക്കും മറ്റുള്ളവരുടെ ഇടയിലാണെങ്കിലും അല്ലെങ്കിൽ സന്തോഷത്തോടെ ഒരു കല്യാണം കഴിച്ച് അവർക്ക് ഒരു പുതു തലമുറ ഉണ്ടാക്കുക അല്ലെങ്കിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു പവിത്രമായിട്ടുള്ള ഒരു ചടങ്ങാണ് കല്യാണം എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളെ പോലുള്ള അവർക്ക് ഇങ്ങനെ തോന്നിയവസം കാണിക്കേണ്ട ഇതല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെടുകയും നിങ്ങൾ ഒരുപാട് ഒരു ദുഷ്ടൻ ആണെന്നുള്ള രീതിയിൽ ശ്രുതി സംസാരിക്കുന്നുണ്ട്. കാരണം അശ്വിൻ സായിറാമിന് എപ്പോഴും സ്വന്തം കാര്യം മാത്രം അല്ലെങ്കിൽ സ്വന്തം സന്തോഷം മാത്രം നോക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം വന്നാലും ദുഃഖം വന്നാലും അത് നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് നല്ലത് വരണം അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അശ്വിനെ പിടിച്ച് തള്ളിയതിന് ശേഷം ശ്രുതി ഇറങ്ങി പോവാണ്. പക്ഷേ ഇറങ്ങി ഇങ്ങനെ പോകുന്ന സമയത്ത് ശ്രുതിയുടെ കയ്യിൽ കയറി പിടിച്ചതിന് ശേഷം അശ്വിൻ വീണ്ടും ശ്രുതിയെ ലോക്ക് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞു തീർന്നില്ല, അതിനു മുന്നേ നിന്നോട് പോകാനായിട്ട് ആരാ പറഞ്ഞത്? നീ എന്താ പറഞ്ഞത്? ഞാൻ ദുഷ്ടനാണെന്നോ അല്ലെങ്കിൽ ക്യാരക്ടർ ഇല്ലാത്തവനാണെന്നോ? ശരി, ഇത്രയും നാൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, ഇനി നിന്നോട് ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, നീ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു വീണ്ടും ശ്രുതിയോട് ദേഷ്യപ്പെട്ടിട്ട് ശ്രുതിയുടെ കയ്യിൽ കയറി മുറുക്കി പിടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ കൈ ഞെരിച്ച് പിടിച്ചപ്പോൾ ശ്രുതിക്ക് ഒരുപാട് വേദനിക്കുന്നുണ്ട്. അപ്പോൾ വിട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ശ്രുതി. പക്ഷേ ആ ഒരു കരച്ചിൽ കണ്ടപ്പോഴും വീണ്ടും അശ്വിന് ദേഷ്യം കൂടി വീണ്ടും കൈ ഞെരിച്ചു വെക്കുവാണ്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും സഹിക്കാൻ പറ്റാതെ ശ്രുതി ഒരുപാട് കിടന്ന് കരഞ്ഞ് ഇത് കണ്ടിട്ട് അശ്വിൻ വിടുന്നുണ്ട്. പക്ഷെ കൈ അത്രയും ചുവന്ന് നല്ലപോലെ തടിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സംഭവത്തിൽ ശ്രുതി ഒരുപാട് പൊട്ടിക്കരയുന്ന സമയത്താണ് ലാവണ്യ കയറി വരുന്നത്. അപ്പോൾ ഇതേപോലെ ഫയൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ലാവണ്യ കയറി വരുന്നത്. പക്ഷെ അശ്വിന്റെ ആ ഒരു നിൽപ്പും ശ്രുതിയുടെ ആ ഒരു കരച്ചിലും കണ്ടപ്പോൾ ലാവണ്യക്ക് മനസ്സിലായി അശ്വിൻ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ലാവണ്യെ കണ്ടപ്പോൾ തന്നെ അശ്വിൻ കയറി പോവാണ്. അപ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി നിന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ടത്. കാരണം നീയാണ് ആ ഒരു കല്യാണം, ഞാൻ കല്യാണം കഴിക്കാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നത് നീ കാരണമാണ് എന്നാണ് അശ്വിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി എന്ന് ശ്രുതിയോട് ലാവണ്യ പറയുന്നുണ്ട്. പക്ഷേ ശ്രുതിക്ക് അത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. ശ്രുതി ഇറങ്ങി പോവാണ്. അങ്ങനെ പക്ഷേ ഈ ഒരു സമയത്ത് അവിടെ ശ്രുതിയുടെ വീട്ടിൽ ഒരു നല്ലൊരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങ് എന്ന് പറയുമ്പോൾ ശ്യാമ് വന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മയോടും അച്ഛനോടും സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയുടെ അച്ഛൻ ചോദിക്കുവാണ്, ഇവിടെ പാലക്കാട് ബന്ധുക്കളുണ്ടോ? അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം ബന്ധുക്കളുണ്ടെന്നൊക്കെ ശ്യാമ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആരെങ്കിലും ഉണ്ടോ, പരിചയക്കാരുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ അത്രയ്ക്ക് സുഹൃത്തുക്കളോ പരിചയക്കാരൊന്നുമില്ല, എന്നാലും കുറച്ചു പേരുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടെന്നാൽ അവരെ വീട്ടിൽ താമസിക്കാതെ ഇവിടെ ഒരു പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്നു ചോദിച്ചപ്പോൾ ശ്യാമ് പറഞ്ഞ മറുപടി, എനിക്ക് മറ്റുള്ളവരുടെ സഹായം പറ്റി ജീവിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ ഇത്രയും നാൾ നിന്നെ നോക്കി അല്ലെങ്കിൽ അങ്ങനെ നിന്റെ ഔദാര്യത്തിലാണ് ഞാൻ ജീവിച്ചത് എന്നൊരു കാര്യം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ സ്വന്തം കാര്യം നോക്കുന്നത് എന്ന് ശ്യാമ് പറയുകയും, എന്നാൽ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ദിവസത്തേക്ക് ഒരു അത്യാവശ്യ കാര്യത്തിൽ പോവേണ്ടതുണ്ട്, ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം, എന്തായാലും ശ്രുതിയോടും പ്രീതിയോടും പറഞ്ഞിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും നിന്നും അനുഗ്രഹവും വാങ്ങിച്ച് ശ്യാമ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം കൂടി കണ്ടപ്പോൾ തന്നെ ശ്യാമ പോയതിനു ശേഷം രാധ നമ്മുടെ ശ്രുതിയുടെ അച്ഛനോട് പറയുന്നുണ്ട്,
ഇപ്പൊ മനസ്സിലായോ ശ്യാം നല്ലൊരു പയ്യനാണെന്ന്? എന്തായാലും ഇനി നമുക്ക് ഇനി വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു മുഹൂർത്തവും സമയമൊക്കെ നോക്കിയിട്ട് ശ്യാമിന്റെയും ശ്രുതിയുടെ വിവാഹം നടത്തുന്നതാണ് നല്ലതെന്നും ശ്രുതിക്ക് ഇനി ഇതുപോലത്തെ മറ്റൊരു നല്ല പയ്യനെ കിട്ടാനില്ല എന്ന് അവിടെ രാധ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് നോക്കാം എന്ന് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ പറയുന്നുണ്ടെങ്കിലും അത്രത്തോളം സുഖമായിട്ടുള്ള രീതിയിലല്ല അവർ പറഞ്ഞത്. പക്ഷേ ഈ ഒരു സംസാരങ്ങളെല്ലാം ശ്യാം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ എന്തായാലും അശ്വിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ശ്രുതിയെ ഇറക്കി വിടാനായിട്ട് സാധിച്ചില്ല, പക്ഷെ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് ശ്രുതിയെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഇനി ശ്രുതിയെ ഞാൻ പൂട്ടും എന്ന് അശ്വിൻ മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ശ്രുതി അവിടെ ഭയങ്കര സങ്കടത്തിൽ ലാവണ്യയുടെ അടുത്ത് ചെല്ലുകയും എന്നിട്ട് ഒരുപാട് ആ ഒരു ബൾബൊക്കെ കൊടുത്ത് ലാവണ്യയുടെ അടുത്ത് ആ ബൾബ് ഇടാനൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിയുടെ മനസ്സിൽ ഭയങ്കര സങ്കടമുണ്ട്. ആ സമയം ലാവണ്യെ കയ്യിൽ കയറി പിടിച്ചപ്പോഴാണ് ശ്രുതിക്ക് ആ വേദന കുറച്ചുകൂടി കൂടിയത്. പക്ഷെ ലാവണ്യോട് നടന്ന സംഭവങ്ങൾ പൂർണ്ണമായിട്ടും പറയാനായിട്ട് ശ്രുതി തയ്യാറായില്ല. എന്തായാലും ശ്രുതി ആ ഒരു രംഗമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് അശ്വിൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അവിടെ ഇരിക്കുമ്പോൾ അന്ന് കുട്ടിക്കാലത്ത് തനിക്ക് സംഭവിച്ച ആ ഒരു ഒരിക്കലും മറക്കാൻ കഴിയാത്ത തൻ്റെ ജീവിതത്തെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു രംഗം അശ്വിൻ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ആ കല്യാണ ദിവസം, ചേച്ചിയുടെ കല്യാണ ദിവസമാണ് അങ്ങനെ ഒരു പ്രതീക്ഷിക്കാത്ത ആ ഒരു സംഭവം നടന്നത്. ചേച്ചി മണവാട്ടിയായിട്ട് ആ ഒരു നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വരികയും എന്നാൽ പെട്ടെന്ന് ഒരു തോക്ക് വെടിവെക്കുന്ന ശബ്ദം കേൾക്കുകയും എല്ലാവരും അത് കേട്ടിട്ട് ചിതറി ഓടുന്നുണ്ട്. പക്ഷേ അന്ന് തൻ്റെ അമ്മയും അച്ഛനാണ് മരിച്ചത് എന്ന് അശ്വിൻ ഓർക്കുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ ആ ഒരു വീട്ടിൽ നിന്നും കടക്കാരെല്ലാവരും കൂടി അശ്വിനെയും തൻ്റെ ചേച്ചിയെയും ഇറക്കി വിടുകയും തൻ്റെ ചേച്ചി ഒരുപാട് പൊട്ടിക്കരഞ്ഞ് അശ്വിനെ ചേർത്ത് നിർത്തുന്ന ആ ഒരു രംഗമാണ് അശ്വിൻ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ആ ഒരു സംഭവം അശ്വിനെ വിട്ട് പോയിട്ടില്ല. ഈ സമയത്ത് അഞ്ജലി വരികയും എന്നിട്ട് അഞ്ജലി അശ്വിനോട് പറയുന്നുണ്ട്, മോനെ മതി, നീ എന്നും ഈ ഒരു ദിവസം നീ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാണ്, നീ മതി നിർത്ത്, ഇനിയെങ്കിലും ആ ഒരു സങ്കടത്തിൽ നിന്ന് നീ വെളിയിൽ വാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അശ്വിന് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അഞ്ജലിയെ കെട്ടിപ്പിടിച്ച് അശ്വിൻ കരയുവാണ്. അങ്ങനെ കരയുമ്പോഴത്തേക്കും അഞ്ജലി ഒരുപാട് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നാളെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു മരിച്ച ദിവസം വരുന്നത്. അപ്പോൾ നീ എന്തായാലും പൂജാരിയെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ആ ഒരു മറക്കാനാത്ത സംഭവങ്ങളൊക്കെ ആലോചിച്ച് അവർ രണ്ടുപേരും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ശ്രുതിയുടെ അച്ഛനും ഭയങ്കര ഒരു ടെൻഷനിൽ നടക്കുവാണ്. കാരണം ശ്യാം ആ ഒരു പാലക്കാട് വെച്ച് നമ്മളെ ശ്രുതിയും എന്നെ രക്ഷിക്കുകയും തിരിച്ച് അതേപോലെ ഇവിടെ ശ്രുതിയെ പരിചയപ്പെടുകയും അങ്ങനെ അതെല്ലാം ഒരു കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും യാദൃശ്ചികമായിട്ട് നടന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തൊക്കെയോ എനിക്ക് ഒരു വേണ്ടാത്ത രീതിയിൽ തോന്നുന്നുണ്ട് എന്ന് ശ്രുതിയുടെ അമ്മയോട് ഇവിടെ അച്ഛൻ പറയുകയും എന്നാൽ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്കത് തോന്നുന്നതായിരിക്കും, എന്തായാലും ഈ ഒരു വിവാഹം നടത്താമോ നടത്തണ്ടേന്നൊക്കെ ചോദിക്കുകയും ശ്രുതിയുടെ അച്ഛൻ പ്രമീളയോട് പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഇപ്പോൾ എടുപിടിയിൽ നിന്ന് നടത്തണ്ട, എല്ലാം ഒന്ന് ആലോചിച്ചതിന് ശേഷം നടത്തിയാൽ മതി, ഇങ്ങനെയല്ലേ പ്രീതിയുടെ വിവാഹവും നമ്മൾ നടത്തിയത്, എന്നിട്ട് എന്തായി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് രാധ വരികയും ശ്യാമിനെ പറ്റി ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു തൻ്റെ എന്തായാലും നമുക്ക് എടുപിടിയിൽ നിന്ന് നടത്തണ്ട, എല്ലാം ആലോചിച്ചതിന് ശേഷം നടത്തിയാൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിലും രാധ പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എടുപിടിയിൽ നിന്ന് പറയുമെന്ന് തോന്നുന്നുണ്ടോ, ഞാൻ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു, ശ്യാമിനെ കുറിച്ച് അന്വേഷിച്ച് എല്ലാം കൃത്യമാണെന്ന് തോന്നിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വിവാഹ ആലോചനയെ പറ്റി പറയുന്നത് എന്നവിടെ നമ്മുടെ എല്ലാവരോടും രാധ പറയുകയും എന്നാൽ പ്രീതിയുടെ വിവാഹവും ഇങ്ങനെയാണ് നമ്മൾ ഉറപ്പിച്ചത്. പക്ഷേ അവസാനം പ്രീതിയുടെ വിവാഹം മുടങ്ങി മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ നാണം കെട്ട് നിൽക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇതിലെന്തായാലും ഇങ്ങനെ ഉണ്ടാകണ്ട, അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ശ്രുതിയുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ അവർ ശ്രുതിയുടെ വിവാഹം നടത്താൻ പോകുന്നത് എല്ലാം ആലോചിച്ചും കണ്ടേ അവർ ചെയ്തുള്ളൂ. അതുപോലെയാണ് ഞാനും വിവാഹം നടത്താൻ പോകുന്നത്. എന്തായാലും ഞാൻ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഈ വിവാഹം നടത്തത്തുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലെത്തുവാണ്. ഇവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ശ്യാമിന്റെ ചതി മനസ്സിലാക്കാനായിട്ട് ശ്രുതിക്കും കുടുംബത്തിനും സാധിക്കുമോ? എന്തായാലും അശ്വിന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു അശ്വിന്റെ കുട്ടിക്കാലത്ത് നടന്നത്. അതിപ്പോഴും അശ്വിന്റെ മനസ്സിൽ നിന്നും അശ്വിന്റെ ജീവിതത്തിൽ നിന്നും മാറിയിട്ടില്ല, അതിപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരും നാളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.